IPL കഴിഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടവും ഉയർത്തി. താരങ്ങളെല്ലാം സ്വന്തം നാട്ടിലേക്കും അടുത്ത അന്താരാഷ്ട്ര മത്സരങ്ങളുടെ തയ്യാറെടുപ്പിലേക്കുമൊക്കെ കടന്നു. എന്നാൽ ഫ്രാഞ്ചൈസികൾ തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. ഓരോ ടീമിൻ്റെയും അനലിസ്റ്റുകളും മറ്റും കോച്ചുമാരുമായും സപ്പോർട്ടിംഗ് സ്റ്റാഫുമായുമെല്ലാം പുതിയ സീസണിലേക്കുള്ള ടീമുകളുടെ ഘടന ഇപ്പോഴേ പദ്ധതിയിട്ട് തുടങ്ങി. വരാനിരിക്കുന്നത് മിനി ലേലമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന താരങ്ങളെല്ലാം ടീമിൽ തന്നെ ഉണ്ടാകും. എങ്കിലും ചില ടീമുകൾ അഴിച്ചുപണികളിലേക്ക് കടന്നു കഴിഞ്ഞു. നിലവിലെ 3 ക്യാപ്റ്റന്മാരെ വരെ ടീം റിലീസ് ചെയ്തേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ അജിങ്ക്യ രഹാനെ, ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ നായകൻ ഋഷഭ് പന്ത് എന്നിവരെ ടീം റിലീസ് ചെയ്യുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനങ്ങളിലൊന്നുമായാണ് മുംബൈ ഇന്ത്യൻസ് സീസൺ അവസാനിപ്പിച്ചത്. തോൽവിയേക്കാൾ ടീം ക്യാമ്പിലെ മോശം അന്തരീക്ഷമാണ് ആരാധകർക്ക് വിഷമമുണ്ടാക്കിയത്. ഇതിൽ നല്ലൊരു പങ്കും ഹാർദിക് പാണ്ഡ്യയുടെ വകയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മുംബൈ ഇന്ത്യൻസ് ഫാൻസും. ക്യാപ്റ്റനായും വ്യക്തിപരമായും ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടേത്. പോരാത്തതിന് സീനിയർ താരങ്ങളുമായുള്ള അസ്വാരസ്യങ്ങളും കളത്തിൽ തന്നെ ബുംറ അടക്കമുള്ളവരുമായി നടത്തിയ അഭിപ്രായ വ്യത്യാസങ്ങളും പാണ്ഡ്യയ്ക്ക് വിനയായിട്ടുണ്ട്. സീസണിൽ 10 മത്സരങ്ങളിൽ നിന്ന് ആകെ 206 റൺസ് മാത്രമാണ് ഹാർദിക് നേടിയത്. ശരാശരി 22, സ്ട്രൈക്ക് റേറ്റ് 138. ഒരു അർദ്ധ സെഞ്ചുറി പോലും താരത്തിൻ്റെ പേരിലില്ല. ബൗളിങ്ങിലേക്ക് നോക്കുമ്പോൾ 10 മത്സരങ്ങളിൽ നിന്ന് 136 പന്തെറിഞ്ഞതിൽ വെറും 4 വിക്കറ്റ് മാത്രമാണ് സമ്പാദ്യം. 11 മുകളിലാണ് ഇക്കോണമി. 11 വർഷത്തെ IPL കരിയറിൽ ഇതാദ്യമായാണ് ഹാർദിക് 11 മുകളിൽ ഇക്കോണമിയിൽ പന്തെറിയുന്നതും. എന്തായാലും 2027 സീസണിൽ ഹാർദിക് പുതിയ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയായിരിക്കും കളിക്കുക. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തുടക്കത്തിൽ ലിസ്റ്റിലുണ്ടായിരുന്നെങ്കിലും പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാണ്ഡ്യ കൊൽക്കത്തയിലേക്ക് ചേക്കേറിയേക്കുമെന്നുള്ള സൂചനകളാണ് സജീവം.